Hi students, welcome to A Dreams Classroom. So today we are going to deal with the paper BEGC 110 British Literature 19th Century. Okay, so ഇതിലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 നമ്മൾ കഴിഞ്ഞു. ഇനി ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1, 2, 3 and 4 എല്ലാം ഒരുമിച്ച് നോക്കാൻ പോവാണ്. കാരണം ഈ ബ്ലോക്ക് മൊത്തമായിട്ട് ഡീൽ ചെയ്യുന്നത് തോമസ് ഹാർഡി എന്ന് പറയുന്ന റൈറ്റർ എഴുതിയിട്ടുള്ള ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ആണ് കേട്ടോ. ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ നോവലാണ്. അപ്പോൾ യൂണിറ്റ് 1-ൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, 2 എന്ന് പറയുന്നത് സമ്മറിയാണ്, യൂണിറ്റ് 3 അതിൻ്റെ അനാലിസിസ് ആണ്, യൂണിറ്റ് 4 എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് വിക്ടോറിയൻ ഏജ് ആണ്. കാരണം നമ്മുടെ 19th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ അതെന്താണ്, വിക്ടോറിയൻ ഏജ് ആണ് അല്ലേ. ആഫ്റ്റർ റൊമാൻറ്റിക് ഏജ് ദർ കംസ് വിക്ടോറിയൻ ഏജ്. ഓക്കെ, വിക്ടോറിയൻ പീരിയഡ് അല്ലേ, ക്വീൻ വിക്ടോറിയയുടെ അല്ലെങ്കിൽ റെയിൻ ഓഫ് ക്വീൻ വിക്ടോറിയയാണ് നമ്മുടെ വിക്ടോറിയൻ ഏജ് എന്ന് അറിയപ്പെടുന്നത്. സോ ദ നോവൽ ബിലോങ്സ് ടു ദ വിക്ടോറിയൻ പീരിയഡ്. ഓക്കെ, ദിസ് പർട്ടിക്കുലർ നോവൽ ബിലോങ്സ് ടു ദ വിക്ടോറിയൻ പീരിയഡ് മാർക്ക്ഡ് ബൈ എന്തൊക്കെയാണ് വിക്ടോറിയൻ ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ വേഴ്സസ് റൂറൽ ലൈഫ്, മോറൽ സീരിയസ്നെസ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കി, ആൻസൈറ്റി അബൌട്ട് ഫെയ്റ്റ്, മൊറാലിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 19th സെഞ്ച്വറിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, 19th സെഞ്ച്വറിയിൽ എവിടെ നമ്മുടെ വിക്ടോറിയൻ ഏജിൽ കാണാൻ പറ്റുന്നത്. സോ ഹാർഡി, നമ്മുടെ തോമസ് ഹാർഡി റൈറ്റർ, ഹി ഡിഫേഴ്സ് ഫ്രം ടിപ്പിക്കൽ വിക്ടോറിയൻ ഒപ്റ്റിമിസം. അപ്പോൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു വിക്ടോറിയൻ ഒപ്റ്റിമിസത്തിൽ നിന്ന് അദ്ദേഹം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഹി പ്രസൻറ്റ്സ് എ പെസിമിസ്റ്റിക് വിഷൻ, ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് വിഷനാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. വേർ ലൈഫ് ഈസ് ഗവേൺഡ് ബൈ ഫോഴ്സസ് ബിയോണ്ട് കൺട്രോൾ അല്ലേ. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫോഴ്സുകളാണ് മനുഷ്യരെ ലീഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ തോമസ് ഹാർഡി കാണിച്ചു തരുന്നത്. ഓക്കെ, സോ അതാണ് അതിൽ പറയുന്നത്. നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ ഇതൊക്കെ വന്നില്ലേ, തിയറി, ഡാർവിൻസ് തിയറിയൊക്കെ വന്നതോടു കൂടി, ഒറിജിൻ ഓഫ് തിയറി ഓഫ് ഒറിജിൻ അത് വന്നതോടുകൂടി റിലീജിയൻ്റെ ഒരു എന്താ പറയുക, റിലീജിയനിൽ പറയുന്ന മനുഷ്യ ഉൽപ്പത്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആദം ഔവ അങ്ങനെയാണ് അല്ലേ, ദൈവം അവരെ ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയാണ് മനുഷ്യരുണ്ടായത്. പക്ഷേ ചാൾസ് ഡാർവിൻ്റെ തിയറി പറയുന്നത് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതായത് സയൻറ്റിഫിക് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. സോ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ കാണാൻ പറ്റും. ഇനി തോമസ് ഹാർഡിൻ്റെ ഒരു ലൈഫ് ആൻഡ് വർക്ക്സ് ആണ് പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു റീജിയണൽ നോവലിസ്റ്റ് ആണ്, ഫോക്കസിങ് ഓൺ വെസെക്സ്, അതായത് റൂറൽ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമീണ പ്രദേശത്തെയാണ് നമ്മൾ വെസെക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് ടെസ്റ്റ് ഓഫ് ദ ഡ്യൂബ്രേവെല്യസ്, ജൂഡ് ദ ഒബ്സ്ക്യൂർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അദ്ദേഹം ഫേറ്റലിസം, ട്രാജിക് ക്യാരക്ടേഴ്സ്, റിയലിസ്റ്റിക് റൂറൽ സെറ്റിംഗ് ഇതിനൊക്കെ അറിയപ്പെടുന്ന ആളാണ്. സോ ഫേറ്റലിസം എന്താണ്, നമ്മൾ പറയില്ലേ വിധി, തലയെഴുത്ത് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൽ വിശ്വസിച്ച് എഴുതുന്ന ഒരാളും കൂടിയാണ് തോമസ് ഹാർഡി. സോ നമ്മുടെ ഈ ഒരു വർക്ക് മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1886-ലാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് a tragic novel with strong classical influence. Okay, strong classical influence ഉള്ള ഒരു ട്രാജിക് നോവലായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. സോ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് നോവൽ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ വി ക്യാൻ ആൻസർ ലൈക്ക് ദിസ്. റീജിയണൽ നോവലാണ്, സൈക്കോളജിക്കൽ നോവലാണ്, ട്രാജഡിയും കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഓപ്പണിങ്ങിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ കഥയാണ് നമ്മളിനി പറയാൻ പോകുന്നത് കേട്ടോ. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്താ പറയണ്ടേ, ഇതിൽ കുറേ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കുറേ പബ്ലിക്കേഷൻ്റെ കാര്യവും ഡിഫറൻസ്, ഓക്കെ, ഹാർഡിയുടെ അതർ നോവൽസിൻ്റെ ഡിഫറൻസും ഒക്കെ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ദാറ്റ്. ഓക്കെ, സോ ഇനി നമുക്കതിൻ്റെ എങ്ങോട്ട് പോവാം, എന്താണ് ഈ ഒരു നോവൽ എന്ന് എന്താണ് ഈ നോവലിലുള്ളത് നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ ദി ഓപ്പണിംഗ് ഓഫ് ദ നോവൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതിലെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ. അതായത് മൈക്കൽ ഹെൻചാർഡ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, മൈക്കൽ
മൈക്കൽ ഹെൻചാർഡ് ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ മൈക്കൽ ഹെൻചാർഡ് ഒരു എന്താ പറയണ്ടേ, ഒരു പുവർ ഹെയർ ഡ്രസ്സറാണ്. അതായത് വൈക്കോലുകളൊക്കെ ഇങ്ങനെ കൊണ്ട് വിൽക്കുന്ന കൈൻഡ് ഓഫ് പണിയാണ് അയാൾക്കുള്ളത്. അയാളൊരു ഹെയർ ഡ്രസ്സറാണ്. ഹു അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, നന്നായിട്ട് കള്ളു കുടിക്കുന്ന ഒരാളാണ്. മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, അയാൾക്കൊരു ഭാര്യയുണ്ട്, ഒരു മകളും ഉണ്ട്. അവരെക്കുറിച്ചൊന്നും ഓർക്കാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇയാളിവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. Okay, so impulsively sells his wife and infant daughter at a country fair. This shocking incident is not merely an isolated event, it establishes the moral and emotional foundation of the entire narrative. The act reveals Henchard's impulsive and uncontrolled nature, which later proves to be his tragic flaw. Hardy uses this beginning to plant what can be called the seeds of tragedy, as the consequences of this act reverberate throughout the novel. Okay, സോ ഇതിൽ പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഥയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ മൈക്കൽ ഹെൻചാർഡ് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ അയാളുടെ ഭാര്യയും മകളുണ്ട്. അവരെ ഒരു സെയിലറിന് ഇയാൾ വിൽക്കുകയാണ്. അതായത് ഈ മകളുടെയും എന്താ പറയണ്ട ഭാര്യയുടെയും ബേർഡൻ എനിക്കിനി ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വിൽക്കുകയും, ആ വിറ്റ ശേഷം ഇയാൾ ഭയങ്കരമായിട്ട് പിന്നീട് അത് പശ്ചാത്താപിക്കുകയും നല്ലൊരാളായി മാറുകയും പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് നന്നാവുകയും പിന്നെ അത് ഡൗൺഫോളിലേക്ക് മാറുകയും, അങ്ങനെ അയാൾ പാസ്റ്റിൽ ചെയ്ത ഒരു ആക്ഷൻ അയാളുടെ തന്നെ ഒരു ഡൗൺഫോളിലേക്ക് കാരണമാവുകയും ചെയ്യും. അതാണ് ഈ കഥയുടെ മൊത്തത്തിലുള്ളൊരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. ഓക്കെ, സോ ദ നറേറ്റീവ് ബിഗിൻസ് അറ്റ് വെയ്ഡൻ പ്രയേഴ്സ് ഫെയർ. ഇപ്പോൾ വെയ്ഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതിലൂടെ ഇങ്ങനെ ഇവർ ഹെൻചാർഡും ഇങ്ങനെ നടന്നു പോവാണ്. സോ ഹീ ഈസ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് പ്രോവർട്ടി ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ്. ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുപോലെ എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡും ഭയങ്കര സാഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് ഇറ്റ് മേക്സ് ദ impulsive decision to auction of his wife Susan and their child Elizabeth. ഓക്കെ, അപ്പോൾ ഇയാളുടെ വൈഫാണ് സൂസൻ, മകളാണ് എലിസബത്ത്. അപ്പോൾ ഇവരെ ഇത്തരത്തിലുള്ള ഇവൻ ഇങ്ങനെ ആകെ എന്താ പറയുക ഗ്ലൂമി ആയി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അയാളിങ്ങനെ കള്ള് കുടിച്ച് നിൽക്കുന്ന ടൈമും കൂടിയായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഒബ്വിയസ്ലി നമ്മുടെ എന്താണ് മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോധമില്ലാത്ത മനുഷ്യനാക്കി മാറ്റും. അപ്പോൾ ആ ഒരു അബോധാവസ്ഥയിലാണ് ഇയാളുടെ മകളെയും ഭാര്യയും വിൽക്കാമെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്താണ് ആര് കയറി വരുന്നത് അറിയോ? ഒരു സെയിലർ, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സെയിലർ അവിടേക്ക് കാസ്റ്റർ ബ്രിഡ്ജിലേക്ക് അവിടെ നിന്ന് വന്ന ഒരു സെയിലർ അവിടേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ സ്വീകരിക്കാമെന്നാണ് ആ സെയിലർ പറഞ്ഞത്. അങ്ങനെ സെയിലറിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തൻ്റെ ഭാര്യയും മകളെയും അയാൾ അവിടെ വിൽക്കുകയാണ്. But its consequences are permanent. The following day, Henchard is filled with the remorse and attempts to undo his actions, but Susan has already left with a sailor named Newson. This marks the first major turning point in the novel. അപ്പോൾ ന്യൂസൺ എന്ന് പറയുന്ന സെയിലർക്കാണ് ഇയാൾ ഇവരെ വിറ്റത്. അപ്പോൾ പിറ്റേ ദിവസം അതായത് ഹെൻചാർഡ് കള്ളുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ബോധം വരുമല്ലോ പിറ്റേ ദിവസം രാവിലെ. അങ്ങനെ ഉണർന്ന് നോക്കുമ്പോഴാണ് തൻ്റെ കൂടെ ഭാര്യയുമില്ല, കുട്ടിയില്ല. അപ്പോഴാണ് ഇയാൾ ഈ പാസ്റ്റിൽ ചെയ്ത ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ ഇയാളിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് ഇയാൾക്കൊരു ബോധം ഉണ്ടാവുന്നത്, അയ്യോ ഞാൻ ചെയ്തത് വളരെ തെറ്റായി, അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഇവരെ തിരിച്ച് എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കള്ളിൻ്റെ പുറത്ത് ചെയ്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവർ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും സൂസനും മകളും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര കുറ്റബോധം തുടങ്ങി. അതായത് ഭയങ്കര ഗിൽട്ട് തോന്നി. അതായത് ഞാൻ ചെയ്തത് വളരെ തെറ്റാണ്, ഇനി ഞാൻ കള്ള് കുടിക്കില്ല. അതായത് ഡ്രിങ്ക് ചെയ്യണതിൻ്റെ ഭാഗമായിട്ടാണല്ലോ താൻ ഇതൊക്കെ ചെയ്തത്. അപ്പം ഇനി ഒരു 18 വർഷത്തേക്ക് അയാൾ ഇനി കള്ള് കുടിക്കില്ല എന്നുള്ള ഒരു ശപഥം എടുക്കുകയാണ് അവിടെ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഹെൻചാർഡ് സ്വന്തമായിട്ട് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു മനുഷ്യനായി മാറി. ഹി ബിക്കംസ് എ സക്സസ്ഫുൾ ഗ്രെയിൻ മെർച്ചൻറ്റ് ആൻഡ് ഇവൻച്വലി ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ്. അപ്പോൾ കാസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് അയാൾ പോവുകയും മൂവ് ചെയ്യുകയും അവിടെ മേയറൊക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. സോ ദിസ് പീരിയഡ് ഓഫ് പ്രോസ്പെരിറ്റി റെപ്രസെൻറ്റ്സ് ദ പീക്ക് ഓഫ് ഹിസ് ലൈഫ്. ആ ഒരു പീരിയഡ് എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും പീക്കായിട്ടുള്ളൊരു ടൈമായിരുന്നു.
However, the stability he achieves is fragile as it is built upon a suppressed past. When Susan and her daughter Elizabeth Jane reappear in Casterbridge, Henchard is forced to confront the consequences of his earlier actions. To maintain her social reputation, he remarries Susan, but the relationship lacks genuine affection. അതായത് ഇവർ കാസ്റ്റർബ്രിഡ്ജിലെ ഇയാൾ മേയറൊക്കെ ആയിരിക്കുമ്പോഴാണ് സൂസനും മകളും തിരിച്ചു വരുന്നത്. സൂസനും മകളും തിരിച്ചു വരുമ്പോൾ അതായത് ഈ സൂസനും കുട്ടിയും എലിസബത്ത് ജെയിൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയും സ്വീകരിച്ച സെയിലർ ഉണ്ടല്ലോ, അയാൾ മരണപ്പെടുകയുണ്ടായി. ഇത്രയും വർഷം കഴിഞ്ഞല്ലോ. മരണപ്പെട്ടപ്പോൾ തങ്ങളെ ഇനി ആരും നോക്കാനില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അയാളത് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ തിരിച്ചു വരികയാണ്, സൂസൻ തിരിച്ചു വരിക. അപ്പോഴാണ് ഈ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജിനെ കണ്ടുമുട്ടുകയും അത് തൻ്റെ ആദ്യ ഭർത്താവാണെന്ന് ഇവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ നേരിട്ട് കാണുകയാണ്. ഇപ്പോൾ എലിസബത്ത് ജെയിൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, ഇതിൻ്റെ പാസ്റ്റിൽ കാര്യങ്ങൾ നടന്നതൊന്നും അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ ഹെൻചാർഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ഒരു ഒരു കുറ്റസമ്മതം എന്നുള്ള രീതിയിൽ അയാൾ എന്ത് ചെയ്യുകയാണ്, ഒരു സോഷ്യൽ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സൂസനെ റീമാരി ചെയ്യുകയാണ്. പക്ഷേ അത് ശരിക്കും ഒരു ജെന്യൂൻ ആയിട്ടുള്ള അഫെക്ഷൻ ആയിട്ടല്ല, അയാൾ സോഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇനി അത് അവർ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയിൽ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ടൈമിലാണ് ഡൊണാൾഡ് ഫാർഫ്രൈ എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ ആരുടെ അടുത്തേക്ക്? ഹെൻചാർഡിൻ്റെ അടുത്തേക്ക്, ബിസിനസ്സിൽ ഏറ്റവും നല്ല ഒരു കമ്പാനിയനായിട്ട് വരുന്നത്. അങ്ങനെ ഈ ഹെൻചാർഡ് വന്നപ്പോൾ ആദ്യമൊക്കെ മൈക്കിളിന് കുറച്ചുകൂടി വെച്ചടി കയറ്റമായിരുന്നു. അതായത് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഫാർഫ്രൈ. അപ്പോൾ കുറച്ചും കൂടിയും വ്യൂ പോയിന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ടെക്നിക്കൽ പരമായിട്ട് കുറേയൊക്കെ അറിയുന്നതായതുകൊണ്ടും അവരുടെ ബിസിനസ് വളരാൻ തുടങ്ങി. ഓക്കെ, ഇൻ്റലിജൻ്റ് ആണ്, അഡാപ്റ്റബിൾ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫാർഫ്രൈക്ക് കുറേയൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്. അത് ഹെൻചാർഡിൻ്റെ ആദ്യമൊക്കെ സ്വാധീനിച്ചെങ്കിലും പിന്നീട് ഹെൻചാർഡിന് ഇയാളോട് ഒരു അസൂയ പോലെ വരാൻ തുടങ്ങി. ആൻഡ് initially Henchard befriends Farfrae and even employs him in business. However, as Farfrae's success grows, Henchard becomes increasingly jealous ആവാൻ തുടങ്ങി. അങ്ങനെ ഈ ജലസി ലീഡ് ചെയ്തത് എന്തിനാ വെച്ചാൽ ഒരു പ്രൊഫഷണൽ റിവൽറിക്കും പേഴ്സണൽ കോൺഫ്ലിക്റ്റിലേക്കുമാണ്. അങ്ങനെ ഹെൻചാർഡ് അവിടെ ഇയാൾ ഫാർഫ്രൈനെ പറഞ്ഞയക്കുകയും ഹെൻചാർഡിൻ്റെ വീഴ്ച അവിടെ സംഭവിക്കുകയും ചെയ്യുകയാണ്. ഇയാൾ പോയപ്പോൾ തന്നെ ഇയാളുടെ ബിസിനസ്സൊക്കെ ആകെ കുലുങ്ങാൻ തുടങ്ങി. ഫാർഫ്രൈയുടെ ഒരു നിലനിൽപ്പിലും കൂടി ആയിരുന്നു, അല്ലെങ്കിൽ ഫാർഫ്രൈ വന്നതിന് ശേഷമായിരുന്നു ഒന്നും കൂടിയും ബിസിനസ് മെച്ചപ്പെട്ടത്. അയാളെ പറഞ്ഞയച്ചതോടുകൂടി ബിസിനസ് വീണ്ടും ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൂസൻ കുറേ കാലത്തിന് ശേഷം തൻ്റെ ആ ഭാര്യ മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹെൻചാർഡ് മനസ്സിലാക്കുകയാണ്, കുറേ കഴിഞ്ഞപ്പോൾ ഹെൻചാർഡ് മനസ്സിലാക്കുകയാണ് ഈ എലിസബത്ത് ജെയിൻ എന്ന് പറഞ്ഞ കുട്ടി ശരിക്കും ഹെൻചാർഡിൻ്റെ കുട്ടിയല്ല എന്നുള്ളത്. കാരണം ഇവർ സെയിൽ ചെയ്യുന്ന ടൈമിൽ എലിസബത്ത് ജെയിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ ഈ സെയിലറിൻ്റെ കൂടെ ഇവർ പോയപ്പോൾ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെയിലർക്കും സൂസനും ഉണ്ടായ കുട്ടിയാണ് ഇപ്പോൾ ഇവൻ നിലവിൽ കാണുന്ന എലിസബത്ത് ജെയിൻ എന്ന് പറഞ്ഞിട്ട് സൂസൻ കാണിച്ചെന്ന ആ കുട്ടി എന്നുള്ളത് ആ ഒരു സത്യം ഹെൻചാർഡ് മനസ്സിലാക്കുകയാണ്. അതോടുകൂടി അവൻ ആകെ ഡൗൺഫോൾ, അല്ലെങ്കിൽ ആകെ ഡിപ്രസ്ഡ് ആവുകയാണ്. തൻ്റെ കുട്ടി എന്ന് വിശ്വസിച്ച് താൻ സ്നേഹിച്ച അവൾ തൻ്റെ മകളല്ല എന്ന് അറിഞ്ഞപ്പോൾ അവരങ്ങനെ ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോവുകയും ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആവുകയും ചെയ്യുകയാണ്. ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ലുസേറ്റ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അതായത് സൂസൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ലുസേറ്റ. ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ഹിസ് ഡൗൺഫോൾ. അയാളും ഇതിന് വേണ്ടിയിട്ട് ഇയാളുടെ ഈ ഒരു ഡൗൺഫോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അതായത് ഈ എലിസബത്ത് ഹെൻചാർഡിൻ്റെ മകളല്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഹെൻചാർഡ് ഇവളെ ഭയങ്കരമായിട്ട് അകറ്റി നിർത്താനും ആ ഒരു സ്നേഹം കാണിക്കാത്ത രീതിയിലൊക്കെ, അല്ലെങ്കിൽ സ്നേഹമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ എലിസബത്ത് ജെയിന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫാർഫ്രൈ യങ്ങാണല്ലോ, ഫാർഫ്രൈയും എലിസബത്തും തമ്മിലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഇതൊന്നും ഹെൻചാർഡിന് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവള് സൂസൻ്റെ കല്ലറയിൽ, എലിസബത്ത് സൂസൻ്റെ കല്ലറയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പൊട്ടിക്കരയുന്ന ടൈമിലാണ് ലുസേറ്റ അവിടെ വരുന്നത്. അപ്പോൾ ലുസേറ്റ അവിടെ വന്നിട്ട് ഇവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ലുസേറ്റൻ്റെ വീട്ടിലേക്ക്. ലുസേറ്റ എലിസബത്തിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തായാലും ഇനി ഹെൻചാർഡ് തിരിച്ചറിഞ്ഞല്ലോ സത്യം, അതുകൊണ്ട് അങ്ങനെ നിന്നെ നീ അക്സെപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ്.
ലുസേറ്റേനെ മീൻസ് ലുസേറ്റ എന്താ പറയണ്ടേ, എലിസബത്തിനെ കൂട്ടിക്കൊണ്ടുപോവുക. അവിടേക്ക് ഇയാൾ വരുന്നുണ്ട്, എന്തായത് ഫാർഫ്രൈ വരുന്നുണ്ട്. അങ്ങനെ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഹെൻചാർഡിൻ്റെ റെപ്യൂട്ടേഷൻ അവിടെ ഭയങ്കരമായിട്ട്, അതായത് ഹെൻചാർഡും ഈ ലുസേറ്റയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സൊസൈറ്റിയിൽ പരക്കെ അത് പബ്ലിക്കായിട്ടുള്ള ഒരു ന്യൂസായി മാറുകയാണ്. അങ്ങനെ ഇയാളുടെ ഒരു റെപ്യൂട്ടേഷൻ അവിടെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഹെൻചാർഡ് വരുന്നുണ്ട് കേട്ടോ, ഹെൻചാർഡ് അല്ല, നമ്മുടെ ഫാർഫ്രൈ വരുന്നുണ്ട്. ഇയാളെ നമ്മുടെ എലിസബത്ത് ജെയിൻ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കോൺഫ്ലിക്ട്സുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഹറിയാണ്, ഹെൻചാർഡിൻ്റെ ഒരു നില അങ്ങനെ മൊത്തത്തിൽ അവിടെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇയാൾ സ്വന്തമെന്ന് കരുതുന്ന മകള്, അത് സ്വന്തം മകളല്ല പോലും തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് ലാസ്റ്റ് താൻ സ്നേഹിച്ചതല്ലേന്ന് വെച്ചിട്ട് വീണ്ടും അന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷെ അവൾ അത് അംഗീകരിക്കുന്നില്ല. ഫാർഫ്രൈ വന്നതുകൊണ്ടും ഫാർഫ്രൈയുടെ കൂടെ ഫാർഫ്രൈനെ ചൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഇയാൾ അങ്ങനെ മെൻ്റലി സഫോക്കേറ്റഡ് ആയിട്ട് അങ്ങനെ മരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മുടെ മൈക്കൽ ഹെൻചാർഡ്. അപ്പോൾ ലാസ്റ്റ് മരിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആഫ്റ്റർ മൈ ഡെത്ത് നോ വൺ വിൽ റെക്കഗ്നൈസ് മീ, അതായത് ഞാൻ മരിച്ചതിന് ശേഷം ആരും എന്നെ ഓർക്കരുത്, നോ വൺ റിമെമ്പർ മീ എന്ന് അയാൾ പറയുന്നുണ്ട്. സോ ആസ് ദ നറേറ്റീവ് മൂവ്സ് ടുവേർഡ്സ് ഇറ്റ്സ് കൺക്ലൂഷൻ, ഹെൻചാർഡ് ലോസസ് ഹിസ് ബിസിനസ്. അങ്ങനെ ഹെൻചാർഡിന് ബിസിനസ് നഷ്ടമായി, സോഷ്യൽ സ്റ്റാൻഡിങ് നഷ്ടമായി, റിലേഷൻഷിപ്സ് എല്ലാം നഷ്ടമായി. എലിസബത്ത് ജെയിൻ, ഹു റെപ്രസെൻറ്റ്സ് മോറൽ സ്റ്റെബിലിറ്റി, ഗ്രാജുവലി ഡിസ്റ്റൻസസ് ഹെർസെൽഫ് ഫ്രം ഹിം. അല്ലേ, കുറച്ച് സ്നേഹം കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു എലിസബത്ത് ഹെൻചാർഡിൻ്റെ അടുത്ത്. പക്ഷേ അവളും കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്തു, ഫാർഫ്രൈ, എസ്പെഷ്യലി ആഫ്റ്റർ ഫോമിങ് എ ബോണ്ട് വിത്ത് ഫാർഫ്രൈയുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് ഹെൻചാർഡുമായിട്ട് എലിസബത്ത് മാറി തുടങ്ങിയത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇടാൻ തുടങ്ങിയത്. അങ്ങനെ ലാസ്റ്റിൽ ഇൻ ദ എൻഡ് അല്ലെങ്കിൽ ഇൻ ദ കൺക്ലൂഷൻ ഏരിയ വി ക്യാൻ സീ ദാറ്റ് ഹെൻചാർഡ് ഡൈസ് അലോൺ. അങ്ങനെ ഒറ്റയ്ക്ക് അയാൾ മരിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. ലിവിങ് ബിഹൈൻഡ് എ വിൽ ദാറ്റ് ഒരു റിക്വസ്റ്റ് ആണ്, അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ നോ ഫ്യൂണറൽ റൈറ്റ്സ്, അതായത് ഒരു തരത്തിലുള്ള ഫ്യൂണറൽ ആയിട്ടുള്ള കാര്യം നടത്തരുത്. നോ റിമെമ്പറൻസ്, ഒരിക്കലും എന്നെ ആരും ഓർക്കരുത്. സോ ദിസ് എൻഡിങ് റീഇൻഫോഴ്സസ് ദ ട്രാജിക് നേച്ചർ ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണുന്നത് എന്താണ്, അയാൾ ശരിക്കും ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു ലൈഫാണ് അല്ലേ. ഈ ഹെൻചാർഡിൻ്റെ മാർക്ക്ഡ് ബൈ റിഗ്രറ്റ്, സഫറിങ്, അൾട്ടിമേറ്റ് ഐസൊലേഷൻ, ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു ഭയങ്കര ഡൗൺഫോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ട്രാജിക് ആയിട്ടുള്ള എൻഡിങ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു നോവൽ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇതിൽ തോമസ് ഹാർഡി ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന റിയാലിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കാണിച്ചു തരുന്ന കുറേ ആക്ഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിലൂടെ കാണിച്ചു തരുന്നത് സൊസൈറ്റിയിൽ നിലനിന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറേ കസ്റ്റംസും ട്രഡീഷൻസുമാണ്, അതേപോലെ തന്നെ മെൻറ്റാലിറ്റീസുമാണ്. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം, നമ്മൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ അത് ഫ്യൂച്ചറിലും അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ, അത് നമ്മളെ ഫോളോ ചെയ്തിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി തോമസ് ഹാർഡി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ അനാലിസിസ് സ്റ്റൈൽ ആൻഡ് ട്രാജിക് സ്ട്രക്ചർ ഓഫ് ദ നോവൽ. ഓക്കെ, സോ നമ്മളൊരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, അതിൻ്റെ സ്റ്റൈലൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഹാർഡീസ് ഫിക്ഷണൽ region of Wessex plays a vital role in shaping the novel's atmosphere and themes. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസെക്സ് എന്ന് പറഞ്ഞ സെറ്റിംഗ് അല്ലേ, അത് ശരിക്കും പറഞ്ഞൊരു വൈറ്റൽ റോൾ തന്നെയാണ് ഈ നോവലിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് അത് വഹിച്ചിട്ടുള്ളത്. സോ കാസ്റ്റർബ്രിഡ്ജ്, ദ സെൻട്രൽ സെറ്റിംഗ് ഇസ് ഡെപിക്റ്റഡ് with rich detail capturing the customs, traditions and daily life of a rural English town. കാസ്റ്റർബ്രിഡ്ജ് എന്ന ടൗണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ടൗണിൻ്റെ അല്ലെങ്കിൽ ഡെയിലി ലൈഫ് ഓഫ് ഇംഗ്ലീഷ് ടൗണിനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. So this use of local color enhances the realism of the narrative while also grounding the characters in a specific social environment. അപ്പോൾ ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള എന്താണ് ആ ഒരു ലോക്കൽ കളർ, അതായത് ഓരോരുത്തർ അല്ലെങ്കിൽ ഓരോ സെറ്റിങ്സിനും അദ്ദേഹം തോമസ് ഹാർഡി കൊടുത്തിട്ടുള്ള ആ ഒരു ടച്ച്, ആ ഒരു പ്യുവർ ടച്ച് ഉണ്ടല്ലോ, ലോക്കൽ ടച്ച്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻ്റ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. The setting is not merely a backdrop, it has symbolic significance.
കാസ്റ്റർബ്രിഡ്ജ് റെപ്രസെൻറ്റ്സ് ബോത്ത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലിമിറ്റേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ബാക്ക്ഡ്രോപ്പ് മാത്രമല്ല എന്നാണ് പറയുന്നത്, സിംബോളിക് സിഗ്നിഫിക്കൻസ് അതിനുണ്ട്. കാസ്റ്റർബ്രിഡ്ജ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ബോത്ത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലിമിറ്റേഷൻ ആണ് അല്ലേ. അതായത് കാസ്റ്റർബ്രിഡ്ജിലേക്ക് വന്ന ശേഷമാണ് നമ്മുടെ ഹെൻചാർഡിന് അവിടെ ബിസിനസ്സിൽ കുറേ കാര്യങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, സോ എന്താ പറയണ്ടേ, നമ്മുടെ കാസ്റ്റർബ്രിഡ്ജ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റിനെയും ലിമിറ്റേഷനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ ഹെൻചാർഡ് അച്ചീവ് സക്സസ്. അപ്പോൾ കാസ്റ്റർബ്രിഡ്ജിൽ ഹെൻചാർഡിന് സക്സസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? കാസ്റ്റർബ്രിഡ്ജ്. അതേ സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വളരെ ഡൗൺ ഫോണിലേക്ക് പോയിട്ട് എന്താ പറയണ്ടേ, ഡിക്ലിനേഷൻ സംഭവിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അതാ പറയുന്നത് ദ പ്ലേസ് ഓഫ് ബോത്ത് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലിമിറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, സോ the contrast between the stability of the town and the instability of Henchard's character highlights the tension between individual temperament and social order. നമുക്ക് ഇൻഡിവിജ്വലി ഒരു ടെമ്പറമെൻ്റ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഓർഡർ. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണ് ഈ ഒരു ക്യാരക്ടറൈസേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഹാർഡീസ് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ കമ്പൈൻ സിംപ്ലിസിറ്റി വിത്ത് പോയറ്റിക് ഡെപ്ത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ പറയുകയാണ്. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയതിലുള്ള ഒരു പോയറ്റിക് ഡെപ്തിലേക്ക് പോകുന്ന ഒരു കവി അല്ലെങ്കിൽ റൈറ്ററാണ്. While some critics have described his writing as uneven, a closer examination reveals a deliberate blending of realistic description and philosophical reflection. അപ്പോൾ അൺഈവൻ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണെന്ന് വെച്ചാൽ അവിടെ എവിടെയും പിടിച്ച റൈറ്റിംഗ് ആണെന്നൊക്കെ ചില ക്രിട്ടിക്സ് പറയുമെങ്കിലും നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഫിലോസഫിക്കൽ റിഫ്ലക്ഷനൊക്കെ ഉള്ള റൈറ്റിംഗ്സ് ആണ് തോമസ് ഹാർഡിയുടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് the novel employs a third person omniscient point of view. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ ഒരു മൂന്നാമതൊരാൾ കഥ പറയുന്ന പോലെയാണ്. അതിനെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ ഒംനിഷ്യൻ്റ് വ്യൂ പോയിൻ്റ്, അതായത് ഗോഡ് ൻ്റെ വ്യൂ പോയിന്റിൽ കാണുക എന്ന് പറഞ്ഞാൽ മേലെ ഇരിക്കുന്ന ആൾ അല്ലേ, ഒരു ഗോഡ് കൈൻഡ് ഓഫ് ഫിഗർ, എങ്ങനെയാണ് താഴെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നോക്കി കാണാൻ പറ്റും. സോ ആ ഒരു വ്യൂ പോയിന്റിനെയാണ് എന്താ പറയേണ്ടത്, തേർഡ് പേഴ്സൺ ഒംനിഷ്യൻ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലോസ് ഹാർഡി ടു എക്സ്പ്ലോർ ദ ഇന്നർ ലൈഫ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഇന്നർ ലൈഫ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡിനെ ഇത്തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹെൻചാർഡ് സൈക്കോളജിക്കൽ കോംപ്ലക്സിറ്റി. ഇതിലൂടെ നമുക്ക് ഹെൻചാർഡിൻ്റെ സൈക്കോളജിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ് ഓൾസോ എനാബിൾസ് ദ നറേറ്റർ ടു കമൻറ്റ് ഓൺ ഇവൻറ്റ്സ് ഗൈഡിങ് ദ റീഡേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ വിത്തൗട്ട് ഇമ്പോസിങ് എ റിജിഡ് മോറൽ ജഡ്ജ്മെൻറ്റ് അല്ലെ. ഒരു മോറൽ ജഡ്ജ്മെൻറ്റും ഒന്നുമില്ലാതെ റീഡേഴ്സിനും അതെന്താ ഗൈഡ് ചെയ്യുന്നുണ്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടേതായ രീതിക്കും ഇൻ്റർപ്രിറ്റ് ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത്. Then one of the most important aspects of the novel is its structure as a tragedy. ഇതൊരു ട്രാജിക് നോവലായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. ആൻഡ് ഹെൻചാർഡ് ക്യാൻ ബി കമ്പയർഡ് ടു ക്ലാസിക്കൽ ട്രാജിക് ഫിഗേഴ്സ് സച്ച് ആസ് ഇഡീപ്പസ് ആസ് ബോത്ത് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ഡൗൺ എ കോമ്പിനേഷൻ ഓഫ് ഫെയ്റ്റ് ആൻഡ് പേഴ്സണൽ ഫ്ലോസ്. അപ്പോൾ രണ്ടുപേരും ഈ ക്ലാസിക്കൽ ഹീറോ ആയിട്ടുള്ള ഇഡീപ്പസും നമ്മുടെ ഇതിലെ ഹെൻചാർഡും രണ്ടുപേരും ഒരു ട്രാജിക് ഡൗൺഫോൾ ആണ് അവർക്ക് സംഭവിക്കുന്നത്. ഫെയ്റ്റ് അല്ലേ, ഒരു വിധി അവിടെ വന്ന് എത്തുകയാണ്. ആൻഡ് പേഴ്സണൽ ഫ്ലോസും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നോവൽ ഇവോക്സ് ദ ട്രഡീഷണൽ ട്രാജിക് ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ ആസ് റീഡേഴ്സ് വിറ്റ്നസ് ഹെൻചാർഡ്സ് ഗ്രാജുവൽ ഡിക്ലൈനിങ് അല്ലേ. നമുക്ക് പിറ്റി ആൻഡ് ഫിയർ, അതായത് നമ്മൾ ട്രാജഡി നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കഥാർസിസ് ഉണ്ടാവും അല്ലേ, നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ. നമുക്കവിടെ ദയ തോന്നും ആ ഒരു ക്യാരക്ടറിനോട്. ലാസ്റ്റ് അയാൾ നന്നായെങ്കിൽ പോലും ഗ്രാജുവലി അറ്റ് ദി എൻഡിങ് അയാൾക്ക് ഡൗൺഫോൾ സംഭവിക്കുമ്പോൾ നമുക്കും ഒരു പിറ്റിയും ഫിയറൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതവിടെ പറയുന്നത്. ദെൻ ഹൗവെവർ ഹാർഡീസ് കോൺസെപ്റ്റ് ഓഫ് ട്രാജഡി ഡിഫേഴ്സ് ഫ്രം ക്ലാസിക്കൽ ഡെഫിനിഷൻ. പക്ഷേ ഹാർഡിയുടെ ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് ആട്രിബ്യൂട്ടിംഗ് സഫറിംഗ് സോൾലി ടു ഡിവൈൻ വിൽ ഓർ ഫെയ്റ്റ്, ഹാർഡി റെപ്രസെൻറ്റ്സ് ട്രാജഡി ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള വിധിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ചിലൊരു ട്രാജഡീനെ കാണും. പക്ഷേ ഹാർഡി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രാജഡി ശരിക്കും പറഞ്ഞ ഒരു റിസൾട്ടാണ്. എന്ത്, എക്സ്റ്റേണൽ ഫോഴ്സസും ഹ്യൂമൻ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാകുന്ന റിസൾട്ടാണ് ട്രാജഡി എന്നാണ് ഹാർഡി പറയുന്നത്. സോ ചാൻസ് ഇവൻറ്റ്സ്, സോഷ്യൽ പ്രഷേഴ്സ് ആൻഡ് പേഴ്സണൽ വീക്ക്നെസ് ഓൾ കോൺട്രിബ്യൂട്ട് ടു ദ ഔട്ട്കം. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എലമെൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഔട്ട്കമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ട്രാജഡി മേക്സ് ദ നോവൽ ബോത്ത് റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണലി പവർഫുൾ. ഓക്കെ, രണ്ടും ഈ ഒരു നോവലിന് എന്ത് ചെയ്യുന്നുണ്ട്,
ഒരു മോഡേൺ ഇൻ്റർപ്രിറ്റേഷൻ, ട്രാജഡി അല്ലേ, ട്രാജഡിയുടെ ഒരു മോഡേൺ ഇൻ്റർപ്രിറ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോവലിനെ റിയലിസ്റ്റിക്കും ആക്കി മാറ്റുന്നുണ്ട്, അതുപോലെ ഇമോഷണലി പവർഫുള്ളും ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ അനാലിസിസ്, ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വരുന്നതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഫേറ്റലിസം എന്ന് പറയുന്ന ഒരു തീം കേട്ടോ. ഈ നോവലിൻ്റെ ഒരു മെയിൻ തീമാണ് ഫേറ്റലിസം. അതായത് എന്താണ്, വിധി, നമ്മൾ പറയില്ലേ വിധി എന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്ന് കണ്ടിട്ടുള്ളതുമാണ്. ഡിസ്കസ് ദ ഫേറ്റലിസം ഇൻ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ഫേറ്റലിസം എന്താണ്? ഫേറ്റലിസം ഒരു സെൻട്രൽ തീമാണ് ഈ നോവലിൻ്റെ. റിഫ്ലക്റ്റിംഗ് ഹാർഡീസ് ബിലീഫ് ദാറ്റ് ഹ്യൂമൻ ലൈഫ് ഇസ് ഓഫൻ ഗവേൺഡ് ബൈ ഫോഴ്സസ് ബിയോണ്ട് ഇൻഡിവിജ്വൽ കൺട്രോൾ. അല്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബിലീഫിനെയാണ് ഫേറ്റലിസം എന്ന് പറയുന്നത്. തലയെഴുത്ത്, തലവിധി എന്നൊക്കെ പറയില്ല, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തടുക്കാൻ പറ്റാത്തതാണ്, അത് എന്തായാലും അവിടെ ഹാപ്പൻ ചെയ്യും, ഇറ്റ് മസ്റ്റ് ബി ഹാപ്പൻ എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ബിലീഫിനെയാണ് ഫേറ്റലിസം എന്ന് പറയുന്നത്. സോ ഹെൻജാർഡ്സ് അറ്റംപ്റ്റ്സ് ടു എസ്കേപ്പ് ഹിസ് പാസ്റ്റ് അൾട്ടിമേറ്റ്ലി ഫെയിൽ. അല്ലേ, ആ പാസ്റ്റിൽ നിന്നും അയാൾ കരകയറാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടാണ് പുതിയ ആളായിട്ട് മാറുന്നത്. സോ ടെമ്പററിലി അയാൾക്ക് കുറച്ച് സക്സസ് ഉണ്ടായെങ്കിലും അറ്റ് ലാസ്റ്റ് സംഭവിക്കുന്നത് എന്തുതന്നെയാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫെയ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഡൗൺഫോൾ തന്നെയാണെന്നാണ് പറയുന്നത്. സോ അതൊരു ഫെയ്റ്റ് ആണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സജസ്റ്റിംഗ് ദാറ്റ് സർട്ടൻ കോൺസിക്വൻസസ് ആർ അൺഅവോയ്ഡബിൾ. ചില തരത്തിലുള്ള കോയിൻസിഡൻസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഹൗവർ ദിസ് ഫേറ്റലിസം ഇസ് നോട്ട് അബ്സല്യൂട്ട്. അല്ലേ, ഒരു അബ്സല്യൂട്ട് ലൈഫിൽ ഫേറ്റലിസം ഒന്നും അല്ല. ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഹെൻജാർഡ്സ് ഓൺ ഡിസിഷൻസ് ആൻഡ് ടെമ്പറമെൻറ്റ്. ഫുൾ വിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേയൊക്കെ ഹെൻജാർഡിൻ്റെ ആക്ഷൻസും അയാളുടെ ടെമ്പറമെൻറ്റൊക്കെയാണ്. അല്ലേ, അയാൾ ചെയ്ത ആക്ഷൻ്റെ ഫലമായിട്ട് തന്നെയാണ് അയാൾ ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. സോ ദ ക്യാരക്ടറൈസേഷൻ ഓഫ് മൈക്കൽ ഹെൻജാർഡ് ആസ് വൺ ഓഫ് ഹാർഡീസ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് തോമസ് ഹാർഡി എന്ന റൈറ്റർ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മൈക്കൽ ഹെൻജാർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് കേട്ടോ റൈറ്റിങ്ങിൽ. സൂസൻ ഹെൻജാർഡ് എംബഡീസ് പാസിവിറ്റി ആൻഡ് എൻഡുറൻസ്. ഇനി നമ്മൾ ക്യാരക്ടറൈസേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. മൈക്കൽ ഹെൻജാർഡ് നമ്മൾ പറഞ്ഞു വൺ ഓഫ് ദ എന്താ പറയേണ്ടത് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ആണ് തോമസ് ഹാർഡിയുടെ. ആൻഡ് ഹെൻജാർഡ് ഈസ് എ കോംപ്ലക്സ് ഫിഗർ ഹൂ എംബഡീസ് ബോത്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. രണ്ടും, ഒരു ട്രാജിക് ഹീറോ ആണ് മൈക്കൽ ഹെൻജാർഡ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആയിട്ട് എന്തുണ്ട്, അയാൾക്ക് കുറേ അല്ലേ ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രണ്ട് ഫിഗറാണ്, ഒരു കോംപ്ലക്സ് ഫിഗറാണ്, ബോത്ത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൻ്റെ ഒരു കോംപ്ലക്സ് ഫിഗറാണ് അയാൾ. ആൻഡ് അയാളുടെ ഡിറ്റർമിനേഷനും അംബീഷനും അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൊസിഷൻ ഓഫ് പവറിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ അഹങ്കാരം അല്ലേ, പ്രൈഡ്, ജലസ്, അതുപോലെ തന്നെ ഇമ്പൾസീവ്നെസ്, അതെല്ലാം ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഒക്കെ ലീഡ് ചെയ്യുന്നത് അയാളുടെ ഡൗൺഫോളിലേക്കുമാണ്. ഓക്കെ, സോ ഹീ ഈസ് നെയ്തർ എൻറ്റയർലി ഗുഡ് നോർ എൻറ്റയർലി ബാഡ്. അല്ലേ, എൻറ്റയർലി ഗുഡും എൻറ്റയർലി ബാഡും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡീപ്ലി അയാളൊരു ഹ്യൂമൻ ആണ്. which makes his tragedy more compelling ആയി മാറ്റുന്നുണ്ട്. ദെൻ അടുത്ത ഫീമെയിൽ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള സൂസൻ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. അല്ലേ, ഇവിടെ സൂസൻ ഇങ്ങനെ വിൽക്കപ്പെടുകയും അല്ലേ വിൽക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല, ഒരു പാസീവ് ക്യാരക്ടറായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അത് ഒരു പാസിറ്റിവിറ്റിയാണ്, എൻഡുറൻസ് ആണ്, റിഫ്ലക്റ്റിംഗ് ട്രഡീഷണൽ ഫെമിനൈൻ റോൾസ്. അല്ലേ, പണ്ട് കാലത്തെ സ്ത്രീകളുടെ ഒരു റോളുകളാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവർ നിലനിന്ന് വന്നിരുന്ന ഒരു കസ്റ്റം ട്രഡീഷനൊക്കെയാണ് അവിടെ പറയുന്നത്. അതായത് ശബ്ദമില്ലാതെ അല്ലേ, ദേ വർ വോയിസ്ലെസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമൻസ് വർ വോയിസ്ലെസ് അറ്റ് ദാറ്റ് ടൈം പീരിയഡ്. സോ എലിസബത്ത് ജെയിൻ പക്ഷേ കുറച്ചും കൂടിയും എന്താണ്, സൂസനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മോറൽ ഇൻറ്റഗ്രിറ്റിയും റെസിലിയൻസ് ഒക്കെ ഉള്ള ആളാണ്. ഷീ അഡാപ്റ്റ്സ് ടു സർക്കംസ്റ്റൻസസ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഡിഗ്നിറ്റി. അല്ലേ, ഓരോ സാഹചര്യത്തിനോടനുസരിച്ച് അവളുടെ ഡിഗ്നിറ്റിയും പേഷ്യൻസൊക്കെ വെച്ചിട്ട് എന്താണ് അവിടെ പെരുമാറുന്നുണ്ട്. സെർവിങ് ആസ് എ മോറൽ കൗണ്ടർ പോയിന്റ് ടു ഹെൻജാർഡ്. ദെൻ ലുസേറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇലുസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വൾണറബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് സോഷ്യൽ ജഡ്ജ്മെൻറ്റിനും റെപ്യൂട്ടേഷനും എതിരായിട്ട്. ശരിക്കും പറഞ്ഞാൽ ലുസേറ്റ ശരിക്കും ഇമോഷണൽ ആണ്. കാരണം ഇങ്ങനെ ഈ സൂസനും മകളും തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അവർ സൂസൻ മരിച്ച ശേഷമാണ് ഇവൾ നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ അതിന് മുന്നേ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ ഈ ഹെൻജാർഡിൻ്റെ സോഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുന്ന അവൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവൾ ആ ടൈമിലൊന്നും വരാത്തത്. സോ ഇമോഷണലി കണക്റ്റഡ് ആണ്. പക്ഷെ പിന്നെ എന്താ, സോഷ്യലി അംബീഷ്യസും കൂടിയാണെന്നാണ് പറയുന്നത്. ദെൻ അതിൽ പിന്നെ ഒരു കോറസ് വരുന്നുണ്ട് കേട്ടോ. അത് ബോറോഡ് ഫ്രം ഗ്രീക്ക് ട്രാജഡിയിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളതാണ്. കളക്റ്റീവ് പ്രസൻസ് ഓഫ് ടൗൺ പീപ്പിളാണ്, അവിടുത്തെ പീപ്പിളിനെയാണ് അത് അനുകരിക്കുന്നത്.
പിന്നെ നമ്മുടെ ആര് വരുന്നുണ്ട്, ഡൊണാൾഡ് ഫാർഫ്രെ, യങ് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് presents a profound exploration of human life as a struggle between ambition and limitation. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ ആണ്, ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്. അതായത് സ്ട്രഗിൾസും അംബിഷൻസും ലിമിറ്റേഷൻസും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു എന്താണ്, ഒരു കോംപ്ലക്സ് ഹ്യൂമൻ ലൈഫിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആൻഡ് ഫ്രീഡം ആൻഡ് ഫേറ്റ്, ഇൻഡിവിജ്വൽ ഡിസയർ ആൻഡ് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ആൻഡ് ത്രൂ ദ ക്യാരക്ടർ ഓഫ് ഹെൻജാർഡ്, ഹാർഡി ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ എ സിംഗിൾ ആക്ട് കമ്പൈൻഡ് വിത്ത് ഇൻഹറൻറ്റ് ഫ്ലോസ് ക്യാൻ ഷേപ്പ് എ എൻറ്റയർ ലൈഫ്. അല്ലേ, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു മിസ്ലീഡ് ശരിക്കും എൻറ്റയർ ലൈഫിൽ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നയിക്കുന്നത് എന്ന് ഹെൻജാർഡ് എന്ന ക്യാരക്ടറിലൂടെ നമുക്ക് ഹാർഡി കാണിച്ചു തരുന്നുണ്ട്. So the novel's enduring power lies in its ability to evoke empathy while revealing the harsh realities of existence. അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോവലിൻ്റെ എൻഡ്യൂറിങ് പവർ ലൈ ചെയ്യുന്നത് എവിടെയാണ്, ഈ നമ്മളൊരു എമ്പതിയിലേക്ക് നമ്മൾ ഇവോക്ക് ചെയ്യുന്നുണ്ട്, റീഡേഴ്സിനെ ഇവോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, വൈൽ റിവീലിംഗ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് എക്സിസ്റ്റൻസ്. ആ ഒരു ഹാർഷ് റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു കൂട്ടത്തിലും നമ്മളെ എന്താണ് എമ്പതി അതിൽ ഉണർത്തുന്നുണ്ട്. സോ അതിലാണ് ശരിക്കും പറഞ്ഞ ഈ നോവലിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, നമ്മുടെ നോവൽ ഓഫ് തോമസ് ഹാർഡി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൈൻ ബൈ ലൈൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. സോ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 1, 2, 3 and 4 ഓഫ് ബ്ലോക്ക് 2. ഓക്കെ, സോ ദീസ് ഓൾ ആർ റിഗാർഡിങ് അല്ലെങ്കിൽ ദീസ് ഓൾ ആർ ഡിസ്കസിങ് അബൌട്ട് ദ നോവൽ ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് റിട്ടൺ ബൈ തോമസ് ഹാർഡി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു.